ഹായ് ഡിയേഴ്സ്, ചങ്ങാതി വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്ത്രീ അബലയാണ് തബലയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരും ഞാൻ അങ്ങനെയാണ് എന്ന് സ്വയം ചിന്തിച്ചിരിക്കുന്നവരോടും എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. നമ്മളുടെ കഴിവുകൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ അത്ര മോശക്കാരൊന്നുമല്ല കേട്ടോ. നമ്മുടെ ശക്തി, നമ്മുടെ ബലം സ്വയം തിരിച്ചറിയണം. എങ്കിൽ നമ്മളെ തകർക്കാനായിട്ട് ആർക്കും സാധിക്കില്ല കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പണിയായുധങ്ങളുമായിട്ട് ഞാൻ ഇന്നൊരു നീർദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് ഒരു ബൗളിൽ ഞാൻ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോണക്ക് ഈ മാവിനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മാവ് തയ്യാറാക്കുമ്പോൾ മാവ് നല്ല ലൂസും ആവരുത്, നല്ല കട്ടയായിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ. കണ്ടോ, ഇതാണ് ഈ ഒരു മാവിൻ്റെ പരുവം എന്ന് പറയുന്നത്. മാവ് കോരി ഒഴിക്കുന്നതിന് മുമ്പ് പാൻ നല്ല മോണക്ക് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നീർദോശ റെഡിയായി വരത്തില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ പാൻ എപ്പോഴും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമില്ല എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല. നമുക്ക് സാധാ ഇരുമ്പ് ചട്ടി ആയാലും മതി. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നീർദോശ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട. അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.